ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ വൈഫൈ ആരെങ്കിലും കട്ട് ഉപയോഗിക്കുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, വൈഫൈ യൂസേഴ്സ് ഡീറ്റെയിൽസ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണും. അതിലേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വൈഫൈയിൽ കണക്ട് ആയിരിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കുക എന്നൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അധികം ആൾക്കാരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എത്ര ആൾക്കാർ നമ്മുടെ വൈഫൈ ഉപയോഗിക്കുന്നുള്ളത്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില മോഡങ്ങൾ അവരുടെ മോഡത്തിനെ ട്യൂക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ മോഡത്തിൻ്റെ സെറ്റിങ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും, ഇതുപോലെ തന്നെ എത്ര യൂസേഴ്സൊക്കെ കണക്ട് ആയിട്ടുണ്ടെന്നൊക്കെ കാണിക്കാനും, ഡാറ്റ യൂസേജ് ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്ന നല്ല നല്ല മോഡംസ് ഉണ്ട്. കുറച്ച് പൈസ കൂടുതലായിരിക്കും. അത്തരം മോഡംസ് അവരുടെ ഡാറ്റ എളുപ്പത്തിൽ ലഭിക്കുന്നതിനായിട്ട് അവരുടെ തന്നെ, അതായത് മോഡത്തിൻ്റെ തന്നെ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത്തരം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മോഡത്തിൻ്റെ പേര് വെച്ചിട്ട്, നിങ്ങളുടെ മോഡത്തിൻ്റെ മോഡൽ നമ്പർ വെച്ചിട്ട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അവർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മോഡത്തിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി, വേറെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോർമലായിട്ട് നമ്മൾക്ക് എളുപ്പത്തിൽ ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാം ആരൊക്കെ നമ്മുടെ വൈഫൈയിൽ കണക്ട് ആയിട്ടുണ്ട് എന്നത്. ഇനി ഇതല്ലാതെയുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഫോണുകളിലോ നമ്മൾക്ക് നമ്മുടെ മോഡത്തിൻ്റെ അഡ്മിൻ പാനലിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. സാധാരണ 198.168.1.1 അല്ലെങ്കിൽ 0.1 എന്ന് പറയുന്ന URL കയറിയിട്ട് നിങ്ങളുടെ മോഡത്തിൻ്റെ യൂസർ നെയിമും പാസ്വേഡും, അഡ്മിൻ ലോഗിൻ്റെ യൂസർ നെയിം പാസ്വേഡും, നോർമലായിട്ട് അഡ്മിൻ അല്ലെങ്കിൽ യൂസർ എന്നായിരിക്കും യൂസർ നെയിം, പാസ്വേഡ് അഡ്മിൻ 123 അല്ലെങ്കിൽ അഡ്മിൻ എന്നൊക്കെ ആയിരിക്കും. നിങ്ങളുടെ മോഡത്തിൻ്റെ ബാക്ക് സൈഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ മോഡത്തിൻ്റെ യൂസർ നെയിം പാസ്വേഡ് എന്താണെന്നുള്ളത്. ലേറ്റസ്റ്റ് മോഡലുകളിൽ പാസ്വേഡായിട്ട് വരുന്നത് മാക് നമ്പറാണ്. ഒരു 12-11 മാക് നമ്പർ ഉണ്ടാവും. മാക് നമ്പർ എത്രയാണ് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, മാക് നമ്പർ ആയിരിക്കും പുതിയ മോഡലത്തിൽ ഡീഫോൾട്ടായിട്ട് അതിൻ്റെ പാസ്വേഡ് വരിക. കാരണം ഈ അഡ്മിൻ 123 അഡ്മിൻ ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആർക്കും വേണമെങ്കിൽ നിങ്ങളുടെ മോഡത്തിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും. എന്നാൽ മാക് നമ്പർ സെറ്റ് ചെയ്യുമ്പോൾ അഡ്മിൻ നെയിം സെയിം തന്നെയായിരിക്കും, യൂസർ അല്ലെങ്കിൽ അഡ്മിൻ എന്ന് തന്നെയായിരിക്കും. പക്ഷേങ്കിൽ പാസ്വേഡ് എന്ന് പറയുന്നത് ഓരോ മോഡത്തിനും അതിൻ്റെ മാക് നമ്പറാണ്. അപ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി കൂടുതലാണ്. അതുകൊണ്ട് പുതിയ മോഡത്തിന് അധികവും വരുന്നത്, ഇപ്പം GXൻ്റെ ഒക്കെ പുതിയ മോഡാണെങ്കിൽ അതിൽ ഡീഫോൾട്ടായിട്ടുള്ള പാസ്വേഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന മാക് നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വൈഫൈ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഇവിടെ സെർച്ച് ഓപ്ഷൻ കാണാം, അതെടുക്കുക. അതിൻ്റെ അകത്ത് വൈഫൈ യൂസേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ വൈഫൈ യൂസേഴ്സ് എടുക്കുന്നു. അപ്പോൾ സെർച്ച് റിസൾട്ടിൽ ഫസ്റ്റ് ഈ 3 കാണിക്കും. ഈ ഹോം വൈഫൈ അലർട്ട് എടുക്കരുത്, ശരിയില്ല. പിന്നെ ഹൂ ഈസ് ഓൺ വൈഫൈ, അതിൻ്റെ സെയിം കോപ്പി തന്നെയാണ് ഈ താഴെ കാണുന്ന വൈഫൈ ഡിറ്റക്ടർ. ഈ ഹൂ ഈസ് ഓൺ വൈഫൈ എന്നുള്ളത് ഭയങ്കര പരസ്യം, അതെടുക്കരുത്. നിങ്ങളിതെടുക്കുക. നിങ്ങളിവിടെ ഓപ്പൺ കൊടുക്കുക. തുറന്നു വരുമ്പോൾ ഇങ്ങനെ കുറച്ച് പെർമിഷൻസ്, ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്, പെർമിഷൻ ചോദിക്കും. എല്ലാത്തിനും SS കൊടുക്കുക. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്, ഒന്നുകൂടി ക്ലിയർ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഡിക്റ്റേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 4 ആൾക്കാർ ഉപയോഗിക്കുന്നതായിട്ട് കാണിച്ചത് ശരി തന്നെയാണ്. 2 ഫോണും ഒരു ടാബ്ലറ്റും ഒരു കമ്പ്യൂട്ടറാണ്. പക്ഷേ ഇവിടെ എല്ലാം വിൻഡോസ് എഴുതിയിട്ടില്ല. സത്യത്തിൽ വിൻഡോസ് അല്ല, അത് ആൻഡ്രോയിഡ് ആണ്. ഇപ്പം HD 1901 എന്ന് കാണിക്കുന്നത് എൻ്റെ OnePlus ആണ്. പിന്നെ ഒന്ന് റൗട്ടർ, നമ്മളെ റൗട്ടർ തന്നെയാണ്. അതല്ലാതെ വരുന്നത് ഒരു ടാബ്ലറ്റും മറ്റൊരു ഫോണും ഒന്ന് കമ്പ്യൂട്ടർ തന്നെയാണ്. ഓക്കെ, അത് ലാൻ കേബിൾ വഴിയാണ് കണ്ടായിട്ടുള്ളത്, വൈഫൈ അല്ല. പക്ഷെ അത് ഇതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, എൻ്റെ കമ്പ്യൂട്ടർ കണക്ട് ആയിരിക്കുന്നത് വൈഫൈയിലൂടെയല്ല, അത് ലാൻ കേബിൾ വെച്ചിട്ടാണ് മോഡുമായിട്ട് കണക്ട് ആയിട്ടുള്ളത്. പക്ഷെ അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ഒരു ലാൻ കേബിൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫൈ വഴി കണക്ട് ആയിട്ടുള്ള എല്ലാ ഡിവൈസുകളും ഇത്തരത്തിൽ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളെ റൗട്ടറിലേക്കുള്ള കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലാൻ കേബിൾ വഴിയും വൈഫൈ വഴിയും കണക്ട് ആയിട്ടുള്ള എല്ലാ ഡിവൈസിലേക്കും അവർക്ക് ആക്സസ് കിട്ടുമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ഇതെടുക്കുമ്പോൾ
അഥവാ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ നിലവിലില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ വൈഫൈ യൂസേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ഇത് തുറന്നു നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് വെക്കുക. അപ്പോൾ അതിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും ലിസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലാതെ ഒന്നും വർക്ക് ചെയ്യില്ല. ഓക്കെ. പിന്നെ പറയാനുള്ളത്, ഇതിൽ കുറേ ഓപ്ഷൻസുകളൊക്കെ കാണിക്കും. ഈ ഡിസ്കവർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ ലിസ്റ്റ്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ വേറെ സെറ്റിങ്സൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ആഡ്സ് ഉണ്ടാവും. ഓക്കെ. ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കണക്ട് ആയിട്ടുള്ള ഡിവൈസുകൾ എത്രയാണെന്നുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ. നമ്മൾക്ക് നമ്മുടെ മോഡത്തിൻ്റെ അഡ്മിൻ പാനൽ ലോഗിൻ ചെയ്തിട്ട് ഇതുപോലെ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം 192.168.1.1. ചിലപ്പോൾ അത് ലാസ്റ്റ് 0.1 ആയിരിക്കും. നിങ്ങളുടെ മോഡത്തിൻ്റെ പിറകിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതാണ്. ഓക്കെ. അതിൽ എൻ്റർ കൊടുക്കുക. നമ്മൾക്കിങ്ങനെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന GXൻ്റെ ടൈറ്റാനിയം T21 എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പം അതിൽ ഇങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. അഡ്മിൻ പാസ്വേഡ് ഓപ്ഷൻ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കുക. പിന്നെ ഇവിടെ കോഡ് അടിക്കാണ്ട് ആ കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുക, SBQYX. ഓക്കെ. ലോഗിൻ അടിക്കുക. അപ്പോൾ നമ്മൾക്കിങ്ങനെ ലോഗിൻ ആയിട്ട് വരും. ഇവിടെ റൈറ്റ് സൈഡിൽ മോഡത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഈ സൈഡ് കാണുന്നില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിങ്ങനെ ചെറുതാക്കി വലുതാക്കുകയും ചെയ്യുക. ഓക്കെ. ഇതിൽ നമ്മൾ ഇവിടെ സ്റ്റാറ്റസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ യൂസർ ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം ലോഡിംഗ് ഉണ്ട്. ഇതെൻ്റെ GX. നിങ്ങൾ ഇതിലിപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല, എന്നാലും യൂസർ ഇൻഫോ സ്റ്റാറ്റസിൽ യൂസർ ഇൻഫോ എടുത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഇവിടെ നമ്മൾ SSIDയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ നമ്മുടെ വൈഫൈയിൽ കണക്ട് ആയിട്ടുള്ള ഡിവൈസുകളുടെ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ഏത് മുഖേനയാണ് കണക്ട് ആയതെന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരൊക്കെ നിങ്ങളുടെ വൈഫൈ യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഡിവൈസാണ് ഇപ്പോൾ കണക്ട് ആയിട്ടുള്ളതെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ വൈഫൈയിൽ ആരൊക്കെ കണക്ട് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.